ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഓപ്പോയുടെ എ സീരീസിൽപ്പെട്ട ഒരു ഫോണിനെ കുറിച്ചാണ്. ഓപ്പോ എ സീരീസ് രണ്ട് ഫോണുകളാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓപ്പോ A53, ഓപ്പോ A93 എന്ന് പറയുന്ന രണ്ട് മോഡലുകളാണ് വന്നിട്ടുള്ളത്. അതിൽപ്പെട്ട ഓപ്പോ A53 എന്ന് പറയുന്ന മോഡലിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ നമ്മൾ ഈ വീഡിയോയിൽ കൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള ഓപ്പോ A52 എന്ന് പറയുന്ന മോഡലിൻ്റെ ഒരു റീപ്ലേസിങ് കൂടാണ് ഈ A53 എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. അപ്പോൾ ഈ A52ഉം A53 തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഈ A53 വന്നിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ആ വ്യത്യാസം എന്നൊക്കെ നമുക്ക് വീഡിയോയിൽ കൂടെ കാണാം. അപ്പോൾ നല്ലൊരു ബഡ്ജറ്റിൽ വരുന്നൊരു ഫോണും കൂടാണിത്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് പുതിയ പുതിയ വീഡിയോസ് ഇനി നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ഓണാക്കി വെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് ഓപ്പോ A53 എന്ന് പറയുന്ന മോഡലിൻ്റെ ബോക്സ്. എൻ്റെ കയ്യിൽ വരുന്ന ഈ ഒരു വേരിയൻറ്റ് 6GB റാമും 128GB ഇൻറ്റേർണൽ സ്റ്റോറേജും ഉള്ളൊരു ഇലക്ട്രിക് ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു കളറാണ്. എന്തായാലും നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് നമ്മളെ ഫോൺ പുറത്തേക്ക് എടുത്ത് ബാക്കി ബോക്സിൽ വേറെ എന്തൊക്കെ ആക്സസറീസ് ആണ് വരുന്നതും കൂടെ ഒന്ന് പരിചയപ്പെടാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്ന ഫോണാണ്. ഫോൺ നമുക്ക് ബൂട്ടിങ്ങിലിടാം. കൂടാതെ ബോക്സിൽ നമുക്ക് ചെറിയൊരു ബോക്സ് കാണാം. അതിൻ്റെ അകത്തായിട്ട് ഒരു സിലിക്കോൺ കവറാണ് വരുന്നത്. പിന്നെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്ററും കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ കൂടെ നമുക്ക് ഇയർഫോണും വരുന്നുണ്ട്. പിന്നെ ടൈപ്പ് സി ചാർജിങ് കേബിളാണുള്ളത്. അപ്പോൾ ഇത്രയാണ് ബോക്സിൽ വരുന്ന ആക്സസറീസ്. അപ്പോൾ ഇതാണ് നമ്മൾ ഓപ്പോ A53 2020 എന്ന് പറയുന്ന മോഡല്. കാണാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു ഫോൺ തന്നെയാണിത്. ഇനി ഫസ്റ്റ് തന്നെ ഫോണിൽ ഒരു ഹാർഡ്വെയർ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ താഴെ ഭാഗത്തായിട്ടാണ് സ്പീക്കർ, മൈക്ക്, അതുപോലെ തന്നെ ടൈപ്പ് സി ചാർജിങ് പോർട്ട്, പിന്നെ ഇയർഫോൺ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജാക്കുമാണ് വരുന്നത്. ഇനി റൈറ്റ് സൈഡിലായിട്ടാണ് പവർ ബട്ടൺ വരുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് വോളിയം ബട്ടനും അതുപോലെ തന്നെ ഒരു സിം ട്രേയും ലെഫ്റ്റ് സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. ഒരേ സമയത്ത് രണ്ട് സിം കാർഡും ഒരു 256GB വരെ മെമ്മറി കാർഡ് ഇട്ടിട്ട് നമുക്ക് എക്സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിം ട്രേ ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഫോണിൻ്റെ ബാക്ക് സൈഡിലെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന് മുന്നേ ഇറങ്ങിയിട്ടുള്ള ഓപ്പോ റെനോ 3 പ്രോയിലും അതുപോലെ തന്നെ ഓപ്പോ റെനോ 3യിലൊക്കെ വന്നിട്ടുള്ള അതേ ഒരു ഡിസൈനൊക്കെ തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ഗ്ലോസി ഫിനിഷോട് കൂടുതലുള്ള ഒരു ഡിസൈനാണ്. നമ്മൾ ഫിംഗറൊക്കെ ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ പതിയുന്ന ഒരു ഡിസൈനൊക്കെ തന്നെയാണ് ഇത്. അതുപോലെ ഇത് വരുന്നത് ഒരു ഗ്ലാസ്റ്റിക് ബോഡിയുമാണ്. കൂടാതെ ബാക്കിൽ 3 ക്യാമറ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ക്യാമറിന് ചുറ്റുമായിട്ട് നിങ്ങൾക്ക് കാണാം ഒരു ചെറിയൊരു ഫ്രെയിം പോലെ കൊടുത്തത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗി തോന്നിക്കുന്നുണ്ട് ബാക്ക് സൈഡ് കാണാൻ. കൂടാതെ ബാക്കിൽ ഒരു ഫിംഗർ പ്രിന്റ് സെൻസറും ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഫോൺ നല്ല ഹാൻഡി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയ അത്ര വെയിറ്റ് ഇല്ലാത്ത നല്ലൊരു ഫോൺ തന്നെയാണിത്. ഇനി ഫോണിൻ്റെ ഡിസ്പ്ലേ സൈഡ് നോക്കുകയാണെങ്കിൽ 6.5 ഇഞ്ചിൻ്റെ ഒരു HD+ IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് കിട്ടുന്നത്. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഒക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു ഫോണിന് വരുന്നതും. പിന്നെ ഇതിൽ 19 Hz റീഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിതിൽ ടച്ചൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടാണ് വർക്ക് ആവുന്നത്. 296 ppi ആണ് ഇതിൽ ഡിസ്പ്ലേ ഡെൻസിറ്റി വരുന്നത്. പിന്നെ 89.2% ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നത്. അപ്പോൾ ഒരു ഫുൾ വ്യൂ ഡിസ്പ്ലേ ഒന്നല്ല നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കുന്നത്. ചെറിയ തോതിലുള്ള ബെസൽസ് ഒക്കെ നമുക്ക് താഴ്ഭാഗത്തൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ആൻഡ്രോയിഡ് 10.0 കളർ OSൻ്റെ 7.2 ആണ് ഇതിൽ വരുന്നത്. ഇപ്പം വരുന്ന ഓപ്പോയുടെ എല്ലാ ഫോണിലും ഈ കളർ OS 7.2 തന്നെയാണ് കിട്ടുന്നതും. ഇനി പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ ക്വാൽകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 460 എന്ന് പറയുന്ന ഒരു ഒക്ടാകോർ പ്രൊസസ്സറാണ് വരുന്നത്. അതുപോലെ അഡ്രീനോ 610 എന്ന് പറയുന്ന ഒരു ഗ്രാഫിക്സുമാണ് ഇതിൽ വരുന്നത്. ഇതിൽ പിന്നെ ഹൈ ഗ്രാഫിക്സ് പോലുള്ള ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ലാഗൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ വരുന്ന പ്രൊസസ്സർ ആയാലും GPU ആയാലും ഒരു ആവറേജ് ക്വാളിറ്റി ഉള്ളതായതുകൊണ്ട് തന്നെയാണ്. ഇനി ഈ ഫോൺ വരുന്നത് രണ്ട് വേരിയൻറ്റിലായിട്ടാണ്. 4GB റാമും 64GB ഇൻറ്റേർണൽ സ്റ്റോറേജും ആയിട്ടും അതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള ഈ 6GB റാമും 128GB ഇൻറ്റേർണൽ സ്റ്റോറേജും ആയിട്ടുമാണ്. ഇനി ഫോണിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 4GB ആൻഡ് 64GBക്ക് UAE വരുന്നത് 599 dirhams ആണ്. അതുപോലെ 6GB ആൻഡ് 128GBക്ക് UAE വരുന്നത് 749 dirhams ആണ്. അതുപോലെ ഇന്ത്യയിൽ ഇതിന് വരുന്ന പ്രൈസ് നോക്കുകയാണെങ്കിൽ 4GB ആൻഡ് 64GBക്ക് 12,990 രൂപയും എന്നാൽ 6GB ആൻഡ് 128GBക്ക് 15,490 രൂപയാണ് വരുന്നത്. പിന്നെ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ഫോൺ തന്നെയാണിത്. ഈ ഒരു പ്രൈസ് ഈ ഒരു ഫോണിന് കൂടുതലാണോ അല്ലേ എന്നൊക്കെ ഒരു വീഡിയോ കണ്ട് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഫോണിൻ്റെ ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ വരുന്നത് ട്രിപ്പിൾ ക്യാമറ ആണ്. ഇതേ ഒരു ക്യാമറ സെറ്റപ്പ് ഒക്കെ തന്നെ ആയിരുന്നു നമുക്ക് A52ലും വന്നിരുന്നത് മുമ്പ്. ഇതേ ഒരു മെഗാപിക്സലൊക്കെ തന്നെയാണ് അതിലും വന്നിട്ടുണ്ടായിരുന്നത്. വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല ക്യാമറയിലൊന്നും. അപ്പോൾ ഇതിൽ വരുന്ന മെയിൻ ക്യാമറ നോക്കുകയാണെങ്കിൽ 13 മെഗാപിക്സലിൻ്റെ ഒരു f2.2 അപ്പേച്ചർ വാല്യൂ വരുന്ന ഒരു ക്യാമറ ആണ്. ഇനി അടുത്തൊരു ക്യാമറ ഡെപ്ത് ഒക്കെ സെൻസ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാമറ ആണ്. അത് വരുന്നത് 2 മെഗാപിക്സലാണ്. പിന്നെ ഉള്ളത് മാക്രോ ക്യാമറ ആണ്. അതും 2 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയാണ്.
അപ്പോൾ അങ്ങനെ 3 ക്യാമറയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഈ ക്യാമറകളൊക്കെ വെച്ചിട്ട് എടുക്കാൻ പറ്റുന്ന മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ്. ഇനി ഈ ഒരു ക്യാമറ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് സ്ലോ മോഷൻ ഒന്നും എടുക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഇതിൽ അൾട്രാ വൈഡ് ക്യാമറ വരാത്തത് കൊണ്ട് അൾട്രാ വൈഡ് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാനും പറ്റുന്നില്ല. പിന്നെ ഫോട്ടോയിലായാലും വീഡിയോയിലായാലും നമുക്ക് മാക്സിമം സൂം ചെയ്യാൻ പറ്റുന്നത് 6x വരെയാണ്. ഇനി ക്യാമറ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഓപ്ഷന് എല്ലാ ഓപ്പോയുടെ ഫോണിലെ ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്ന അതേ ഒരു ഓപ്ഷനൊക്കെ തന്നെയാണ് ഇതിലും കാണാൻ സാധിക്കുന്നത്. ഫോട്ടോ, വീഡിയോ, പോർട്രേറ്റ്, അതുപോലെ തന്നെ മോർ എന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ മാക്രോ, എക്സ്പേർട്ട്, അതുപോലെ തന്നെ ടൈം ലാപ്സ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസാണ് ഇതിൽ കിട്ടുന്നതും. ഇനി സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേയിൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ ക്യാമറ വരുന്നത് 16 മെഗാ പിക്സലിലൊരു HDR ക്യാമറയാണ്. ഈ ഒരു ക്യാമറയിൽ നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്ന വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡ് വരെയാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ നമുക്ക് ഇറങ്ങിയിട്ടുള്ള A52 എന്ന് പറയുന്ന മോഡലും ഈ A53 എന്ന് പറയുന്ന ഈ ഒരു മോഡലും ഞാൻ ഫോട്ടോ എടുത്ത സമയത്ത് രണ്ടും ഒരേ ഒരു ക്വാളിറ്റിയാണ് കിട്ടിയിട്ടുള്ളത്. യാതൊരു വ്യത്യാസവും കാണാൻ സാധിച്ചില്ല. സെൽഫിയിലായാലും റിയർ ക്യാമറയിലായാലും ഒക്കെ തന്നെ സെയിം ആണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇനി ഇതിൽ വരുന്നത് റിയർ മൗണ്ട് ഫിംഗർ പ്രിൻറ്റ് സെൻസറും അതുപോലെ തന്നെ ഫേസ് ലോക്കുമാണ്. ഇത് രണ്ടും എത്ര സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കിവിടെ നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഫിംഗർ പ്രിൻ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എത്രമാത്രം സ്പീഡ് ഉണ്ടെന്ന്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ആവറേജ് സ്പീഡിലാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഫേസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫേസ് ലോക്ക് ചെക്ക് ചെയ്ത സമയത്ത് അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ സെൻസ് ആയിട്ട് വരുന്നുണ്ട്. ഫിംഗർ പ്രിൻറ്റിനെ അപേക്ഷിച്ച് നമുക്ക് ഈ ഫേസ് ലോക്ക് നല്ല സ്പീഡിൽ തന്നെയാണ് വർക്ക് ആവുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഫോണിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ഒരു ബാറ്ററി കപ്പാസിറ്റി ആണെന്നാണ്. 5000 mAh ഒരു ബാറ്ററി കപ്പാസിറ്റിയാണ് ഈ ഒരു ഫോണിന് വരുന്നത്. അതുപോലെ തന്നെ 18 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറും ബോക്സിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല തരക്കേടില്ലാത്തൊരു ഫാസ്റ്റ് ചാർജറൊക്കെ തന്നെയാണ് ഇതിന് കൂടെ കിട്ടുന്നത്. ഇനി ഈ ഫോൺ അവൈലബിൾ ആവുന്നത് 3 കളറിലായിട്ടാണ്. ഫയറി വൈറ്റ്, പിന്നെ എൻ്റെ കയ്യിലുള്ള ഈ ഒരു കളർ ഇലക്ട്രിക് ബ്ലാക്ക്, പിന്നെ ഫാൻസി ബ്ലൂ, അങ്ങനെ 3 കളറിലായിട്ടാണ് ഇത് വരുന്നത്. പിന്നെ ഈ ഒരു ഫോണിൽ നമുക്ക് സ്റ്റീരിയോ സ്പീക്കറും കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾ ഈ ഒരു ഫോൺ എടുക്കുന്നത് കൂടുതലും ഗെയിം കളിക്കാനും അല്ലെങ്കിൽ കൂടുതൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനും വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ അങ്ങനെയുള്ളവർക്കുള്ള ഒരു ഫോണല്ല ഇത്. കാരണം ഇതിൽ വരുന്ന പ്രോസസ്സറും GPU ഒക്കെ തന്നെ ഒരു ആവറേജ് ക്വാളിറ്റി ഉള്ളതായതുകൊണ്ട് അപ്പോൾ അത്രയും ഒരു ഹൈ പെർഫോമൻസ് ഒന്നും ഗെയിം കളിക്കുമ്പോൾ നമുക്ക് കിട്ടില്ല. പിന്നെ ഈ ഒരു പ്രൈസ് ഈ ഒരു ഫോണിന് കുറച്ച് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഒരുപാട് ഫോണുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. റെഡ്മിയിലായാലും റിയൽമിയിലായാലും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് നല്ല നല്ല ഫീച്ചേഴ്സ് കൂടുതലുള്ള ഫോണുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ആ ഒരു സമയത്ത് ഇത്രയും പ്രൈസ് ഇട്ടിട്ട് ഒരു ഫോൺ ഇറക്കുന്നത് ഒരു കുറവായിട്ട് തന്നെ പറയാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ Oppo A53 എന്ന് പറയുന്ന മോഡലിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് പുതിയ വീഡിയോസ് നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ കിട്ടണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടെ ഓൾ ആക്കി വെക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.